ഒരു അധ്യാപകന്റെ വ്യത്യസ്തമായ സ്റ്റാമ്പ് കളക്ഷനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഇനി സ്റ്റാമ്പ് ശേഖരണത്തിലൂടെ ഉയരങ്ങൾ കീഴടക്കുകയാണ് ചേർത്തലക്കാരൻ അർവിന്ദ് കുമാർ പൈ. അപൂർവങ്ങളായ 10,000-കണക്കിന് സ്റ്റാമ്പുകൾ കൈവശമുണ്ടെങ്കിലും അതിലെടുത്തു പറയേണ്ടത് മഹാത്മാഗാന്ധിയുടെ മുഖം പതിഞ്ഞ കളക്ഷനാണ്. 100-ലധികം രാജ്യങ്ങൾ ഗാന്ധിജിയുടെ ചിത്രം അച്ചടിച്ചിട്ടുണ്ട്. അതെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു ഈ അധ്യാപകൻ. ചരിത്രം പറയുന്ന പേപ്പർ കഷ്ണങ്ങളാണ് സ്റ്റാമ്പുകൾ. ഗാന്ധിജിയുടെ പടമുള്ള കുഞ്ഞൻ സ്റ്റാമ്പുകൾ ധാരാളം നാം കണ്ടിട്ടുണ്ട്. അയച്ചതും സ്വീകരിച്ചതുമായ നിരവധി കവറുകളിൽ നിന്ന് അവ ഇളക്കിയെടുത്ത് വയ്ക്കാത്തതിന് നമുക്ക് പശ്ചാത്തപിക്കാം. ഇത് കാണുക. ഗാന്ധിജിയുടെ മുഖത്തോടെ പുറത്തിറങ്ങിയ ആദ്യ സ്റ്റാമ്പാണിത്. 1948 1.5, 3.5, 12 അണകൾക്ക് പുറമെ 10 രൂപയുടെ സ്റ്റാമ്പും അന്ന് ഭാരതം പുറത്തിറക്കി. അക്കാലഘട്ടത്തിലെ 10 രൂപയുടെ മൂല്യം വെറുതെ ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് അവ ചരിത്രം പറയുന്നതെന്ന്. 1961 അമേരിക്ക ഇന്ത്യയുടെ മഹാത്മാവിന്റെ മുഖം സ്റ്റാമ്പിൽ പതിച്ചു. 69 ബ്രിട്ടനും. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യക്കാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്തിയ ഗാന്ധിജിക്ക് ഇതിലും നല്ലൊരു ആദരം ബ്രിട്ടൻ എങ്ങനെ നൽകും? പറഞ്ഞു വരുന്നത് മഹാത്മാവിനെ പറ്റിയല്ല, അദ്ദേഹത്തിന്റെ മുഖം പതിച്ച സ്റ്റാമ്പുകൾ ശേഖരിച്ചതിലൂടെ റെക്കോർഡ് ബുക്കുകളിൽ ഇടം നേടിയ ചേർത്തലക്കാരൻ അർവിന്ദ് കുമാർ പയ്യെ പറ്റിയാണ്. 5-ാം വയസ്സിൽ തുടങ്ങിയ ഹോബി 26 വർഷങ്ങൾ പിന്നിടുമ്പോൾ 10,000-ലധികം ഗാന്ധി സ്റ്റാമ്പുകൾ അർവിന്ദ് ശേഖരിച്ചു കഴിഞ്ഞു. ഇതിൽ 100-ൽ പരം രാജ്യങ്ങൾ പുറത്തിറക്കിയവയും ഉൾപ്പെടും. ചെറുപ്പത്തിൽ എനിക്ക് എപ്പിലെപ്സി എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടായിരുന്നു, അപസ്മാരം. അപ്പോൾ ആ ഒരു സമയത്ത് അധികം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒന്നും പുറത്തൊന്നും പോകാൻ അധികം സമ്മതിക്കാറ്. ഒരു 7, 8, 9, ഒരു 10 വയസ്സ് വരെ എന്ന് പറയാം, ഇങ്ങനെ കൺട്രോൾഡായിട്ട് വീട്ടിൽ നിർത്തുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റാമ്പുകളോടായിരുന്നു കൂടുതൽ ഇഷ്ടം. ഖാദിയിൽ തീർത്ത ഗാന്ധി സ്റ്റാമ്പ്, കാഞ്ചീപുരം പട്ടിലുണ്ടാക്കിയത് തുടങ്ങി വ്യത്യസ്തങ്ങളും അപൂർവങ്ങളുമായ നിരവധി എണ്ണങ്ങൾ ഈ കൈകളിൽ ഭദ്രം. ഞാനൊരു ഗാന്ധിയൻ സപ്പോർട്ടറാണ് ഇപ്പോഴും എന്ന് പറയും. അപ്പോൾ ഗാന്ധിജി എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ അദ്ദേഹം ശരിക്കും ഒരു വിശ്വമാനവനാണ്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ലോകത്തിൽ എനിക്ക് ഒരു 200ഓളം രാജ്യങ്ങളുണ്ട്. പക്ഷെ ഈ 200ഓളം രാജ്യങ്ങളിൽ പോയാലും ഇന്ത്യ എന്ന് വരുമ്പോഴത്തേക്കും, ഭാരതം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും ആദ്യം ഓർമ്മ വരുന്ന ഗാന്ധിജിയുടേതാണ്. ഏഷ്യ, ഇന്ത്യ, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സുകൾ കീഴടക്കി കഴിഞ്ഞു ഈ 31കാരൻ. ഇനി ലക്ഷ്യം ഗിന്നസ് ആണ്. രേഖകൾ കൈമാറിയ ശേഷം കാത്തിരിപ്പിൽ. 3 ലോക്കറുകളിലായി ബാങ്കിലാണ് സ്റ്റാമ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം അവയുടെ മൂല്യം അരവിന്ദിന് നന്നായി അറിയാം. ഒരു മനുഷ്യന് കാശ് നേടിയിട്ട് സംതൃപ്തി കിട്ടത്തില്ല. ഒരു മനുഷ്യന് എന്താ പറയുക, പല അംഗീകാരങ്ങൾ കിട്ടിയാലും സംതൃപ്തി കാണില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യൻ്റെ ആത്മാവിലൊരു ആത്മസംതൃപ്തി നൽകും. ആ ഒരു സംഭവമാണ് ഇതുകൊണ്ട്. അപ്പോൾ കയ്യിൽ കിട്ടുന്ന കാശ് എത്രയായാലും അതിൽ ഒരു നല്ലൊരു തുക ഇതിനു വേണ്ടി ഇതുവരെ വിനിയോഗിച്ചിട്ടുണ്ട്. ചേർത്തല ടൗൺ LP സ്കൂളിലെ അധ്യാപകനാണ് റെക്കോർഡ് ബുക്കുകളുടെ തോഴനായ ഈ യുവാവ്. മനോരമ ന്യൂസ്, ആലപ്പുഴ.